الراشدين بشير الدين حضرات تشفي الصابرين يا رب قدس سر شيخي مرشدي بشير الدين حضرات تشفي الصابرين. وقال نبينا محمد صلى الله عليه وسلم كل مولود يولد على الفطرة. وقال الله عز وجل ألم يأن للذين آمنوا أن تخشى قلوبهم لذكر الله وما نزل من الحق. صدق الله العلي العظيم. كلام قديم لا يمل سماعه تنزه عن قول وفعل ونية به يشتفي من كل داء ونوره دليل لقلبي عند جهلي وحيرتي. فيا رب متعني بسر حروفه ونذر به قلبي وسمعي ومقلتي. لي خمسة نطفي بها حر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة. لي خمسة نطفي بها حر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة. لخمسة أطفي بها حر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة. اللهم صل على محمد صلى الله عليه وسلم. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ശേഖരങ്ങൾ സദസ്സിലും വേദിയിലുമായി ഒരുമിച്ച് ചേർന്നിട്ടുള്ള അല്ലാഹു ജല്ല ജലാലുഹു നാം ഇവിടെ ഒരുമിച്ച് ചേർന്നത് അവർ ഇഷ്ടപ്പെടുന്ന മഹത്തായ അമലായി നമുക്ക് പണിയാക്കുന്നതാവട്ടെ. മഹാനായ ശേഖരങ്ങൾ ഈ ഒരു സദസ്സിലൂടെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇവിടുത്തെ ഇഷ്ടമിത്രങ്ങൾക്ക് മുരീദുകൾക്ക് ഇവിടുത്തെ ആശാകേന്ദ്രത്തിലേക്ക് വന്നു ചേരുന്ന മുഴുവൻ ആളുകൾക്കും എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെയും നിറവേറ്റാൻ അല്ലാഹു ജല്ല ജലാലുഹു ഇവിടെ സംഘടിക്കുന്ന നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകളെ ഇന്ന് ഞാൻ എന്തൊക്കെ പറയണം, അത് നിങ്ങളെന്തൊക്കെ കേൾക്കണം, എന്തൊക്കെയാണ് ഇവിടെ തസവ്വുഫാത്തുകൾ ഉദ്ദേശിക്കുന്നത് നമ്മിലൂടെ അവിടുത്തെ പൊരുത്തത്തോടെ നടത്തി വരാമെന്നോ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാസാമാസം നടക്കുന്ന ഈ ഒരു സദസ്സ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സദസ്സാണ്. നമുക്കറിയാം, നേരത്തെ ഷരീഫ് ഉസ്താദ് അവർ സൂചിപ്പിച്ചതുപോലെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അനവധി കാര്യങ്ങൾ, അനവധി നേട്ടങ്ങൾ നമ്മൾ ഇതുകൊണ്ട് കൈവരിക്കുകയുണ്ടായി. ദുനിയാവ് മാത്രമല്ല ആഖിറവും, ആഖിറം മാത്രമല്ല ദുനിയാവ് എന്ന് പറഞ്ഞതുപോലെ വരുന്നവർ എന്തൊരു ഉദ്ദേശത്തിലേക്കാണോ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത് ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ചില ആളുകൾ ദുനിയാവ് ലക്ഷ്യം വെച്ച് വരുന്ന ആളുകൾ അത് പൂർത്തീകരിച്ച് പോകുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള യാത്രയിൽ വന്നവർ പോലും ചിലപ്പോൾ പ്രകാശത്തിന്റെ ധാരകൾ ഈ വഴിയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം വരിക വഴി ആത്മീയമായിട്ടുള്ള പാതയിലേക്ക് പ്രവേശിച്ച ആളുകളുണ്ട്. എന്തു തന്നെയായാലും ഇതൊരു ഹക്കായിട്ടുള്ള സിറാത്ത് മുസ്തഖീമായിട്ടുള്ള ഒരു പാതയാണ്. അല്ലാഹു ജല്ല ജലാലുഹു പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചു, അല്ലാഹുവിന്റെ ശറഫ് സുദൂർ കിട്ടിയ ആളുകൾ ആരാണോ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവർ അല്ലാഹുവിന്റെ നൂരിലാണ്, അല്ലാഹുവിന്റെ പ്രകാശത്തിലാണ്, അല്ലാഹുവിന്റെ വ്യക്തമായിട്ടുള്ള നിയന്ത്രണത്തിലാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിഷമത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ അല്ലാഹു അവിടത്തേക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ചോദിച്ചു, അലം നശ്റഹ് ലക സദ്റക, പ്രവാചകരെ അങ്ങക്ക് ശറഹ് സുദൂർ തന്ന് നാം അനുഗ്രഹിച്ചില്ലയോ? ഈ ശറഹ് സുദൂർ എന്ന് പറയുന്ന സംഗതി അല്ലാഹു ജല്ല ജലാലുഹു ഹൃദയത്തിലുള്ള വിശാലത, ഹൃദയത്തിന്റെ ആത്മീയമായിട്ടുള്ള പ്രകാശത്തിന്റെ ആ ഒരു കിരണത്തിന്റെ പ്രസരിപ്പ്
അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ-ഇസ്ലാം. അല്ലാഹു ആരുടെ ഹൃദയത്തെയാണ് ഇസ്ലാമിന് വേണ്ടി ശറഹാക്കിയിട്ടുള്ളത്, അതിനു വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ-ഇസ്ലാം. അങ്ങനത്തെ ആളുകൾ ആരാണോ അവർക്ക് അല്ലാഹു ജല്ല ജലാലുഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള കഴിവ്, പ്രത്യേകമായിട്ടുള്ള ഹിദായത്ത് പ്രത്യേകമായ അല്ലാഹുവിന്റെ ഹിദായത്ത് കൊടുത്തവരാരാണോ ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. അവർ അല്ലാഹുവിൽ നിന്നുള്ള നൂറ് പ്രകാരമാണ് അല്ലാഹുവിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രകാശത്തിലൂടെയാണ്, നിയന്ത്രണത്തിലൂടെയാണ്, ആത്മീയമായിട്ടുള്ള പ്രസരണത്തിലൂടെയാണ്. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, ഇതിൽ നിന്ന് പുറംതിരിഞ്ഞ് നടക്കുന്ന ആളുകൾ, ഇത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവർക്ക് ഇത് കിട്ടാതെ തന്നെ ഞാൻ ഹിദായത്തിന്റെ മേലിലാണെന്നുള്ള തെറ്റായ ധാരണയിലൂടെ മറ്റൊരു ചേരികളെ സഞ്ചരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ അല്ലാഹു അവരെ സംബന്ധിച്ച് പറയുകയാണ്, അല്ലാഹുവിന്റെ ദിക്ർ കിട്ടാതെ, അല്ലാഹുവിന്റെ സ്മരണ കിട്ടാതെ, അല്ലാഹുവിന്റെ ഓർമ്മ കിട്ടാതെ, അല്ലാഹുവിന്റെ ലബ്ധത്തില്ലാതെ, അല്ലാഹുവിന്റെ ഓർമ്മയില്ലാതെ, അല്ലാഹുവിന്റെ മാരിഫത്തില്ലാതെ, അല്ലാഹുവിന്റെ ആത്മീയമായ അന്വേഷണമില്ലാതെ ഇബാദത്തുകൾ, കാട്ടിക്കൂട്ടലുകൾ, കോലങ്ങളായി ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു പോയ ആളുകളാണോ അവർക്ക് ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന്, അല്ലാഹുവിന്റെ ഫിക്റിൽ നിന്ന് ഹൃദയം കഠിനമായി പോയ ആളുകളാരാണോ അവർക്കാണ് സർവനാശവും എന്ന് മാത്രമല്ല നാളെ പാരത്രിക ലോകത്ത് കഠിനമായിട്ടുള്ള നരകത്തിലെ പ്രത്യേകമായ കഠിന കഠോരമായിട്ടുള്ള വൈനെന്ന് പറയുന്ന ചെരുവും അവർക്കുള്ളതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിൽ അവരുടെ അവസ്ഥ എന്താണ്? ഉലൈക ഫീ ളലാലിൻ മുബീൻ. അവർ വ്യക്തമായ പിഴവിലാണ് ദുനിയാവിലുള്ളത്. പക്ഷെ അവർക്കത് മനസ്സിലാവുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള ആത്മീയ സംവിധാനങ്ങളിൽ നമ്മൾ വരുന്നത് പ്രത്യേകമായി ചിശ്തി സോബിയ ത്വരീഖത്തിലെ നമ്മളൊക്കെ ഇത്രയും കാലം അറിഞ്ഞതിലുപരി കഴിഞ്ഞ ജലസേനയുടെ പ്രത്യക്ഷമാക്കി പറയുകയുണ്ടായി, ചിശ്തി സുലൂക്കിന്റെ 3 കൈവഴികളും ഒരുമിച്ച് ചേരുന്ന മഹത്തായിട്ടുള്ള സന്നിധാനമാണ് ഖാജാബാദ് എന്ന് പറയുന്നത്. നമുക്കിതൊന്നും മൂടി വെക്കേണ്ടതില്ല. കാരണം ഇത് നമ്മുടെ രഹസ്യ സ്വത്തല്ല. അറിയുന്ന ആളുകൾ അറിയാത്ത ആളുകളേക്ക് എത്തിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. ഇനിയുള്ള പ്രബോധകരും പ്രചാരകരും നമ്മളാണ്. കിട്ടിയ ആളുകൾ കിട്ടാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട നിർബന്ധമാണ്. നമുക്കൊന്നും മടിക്കേണ്ടതില്ല. കാരണം എല്ലാ ആധികാരിക രേഖകളും ഇവിടെയുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാന്മാരായിട്ടുള്ള പുണ്യാത്മാക്കളുടെ കൈവഴിയിലൂടെ പോന്നിട്ടുള്ള 44ാമത്തെ ആ സിൽസിലയിൽ എത്തിച്ചേരുന്ന മഹാനായിട്ടുള്ള ബഷീറുദ്ദീൻ ഹസ്രത്ത് ചിശ്തി സ്വാബിയെ അല്ലാഹുവിന്റെ ദില്ലിലായി മരണം വരെയും അതിനുശേഷം പാരത്രിക ലോകത്ത് സംഗമിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. അറിയുന്ന ആളുകൾ അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ബാധ്യതയാണ്. ഇന്നമാ അന നദീറും മുബീൻ. നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ്. അത് സ്വീകരിക്കുന്ന ആളുകൾ വേണമെങ്കിൽ സ്വീകരിച്ചു. നമ്മുടെ മേൽ എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. ഇത് അന്വേഷിച്ച് നടക്കുന്ന, ഇത് കിട്ടാതെ ദാഹിച്ച് നടക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അറിയാം, ഇതിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, തേടി നടക്കുന്ന ആളുകൾ. എന്റെ ഇത്രയും കാലത്തെ ദൈവത്തിന്റെ ഈ പ്രബോധന രീതിയിലുള്ള സഞ്ചാരത്തിൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഇന്നും ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളാവുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ നമ്മൾ ഇതിന്റെ ദുന്യവിയായിട്ടുള്ള സുഖങ്ങൾ മാത്രം ആസ്വദിച്ച്, ഇവിടെ നിന്ന് കിട്ടുന്ന സുഖസൗകര്യങ്ങൾ മാത്രം ആസ്വദിച്ച് ദുനിയാവിലെ രോഗങ്ങൾ മാറുന്നുണ്ട്, പ്രയാസങ്ങൾ നീങ്ങുന്നുണ്ട്, കടങ്ങൾ നീങ്ങുന്നുണ്ട്, ജോലി ശരിയാവുന്നുണ്ട്, ബിസിനസ് സംരംഭങ്ങൾ, ഏർപ്പാടുകൾ എല്ലാം ഉഷാറാവുന്നുണ്ട്. അതൊക്കെ ശരിയാക്കി ഇങ്ങനെ മുന്നോട്ട് നെയ്യനങ്ങാതിങ്ങനെ പോകുന്ന ശീലമാണ് നമുക്കുള്ളതെങ്കിൽ അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നുണ്ട്, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും. ഹൃദയത്തിന്റെ കഠിന കഠോരമായിട്ടുള്ള അവസ്ഥ വന്ന് ഭവിച്ചവരാരാണോ
അവർക്കാണ് നാശനം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ അന്വേഷിക്കുന്ന മാർഗങ്ങൾ അത് തേടിയെടുക്കൽ നിർബന്ധമാണ്. തേടാത്തവർക്ക്, കഷ്ടപ്പെടാത്തവർക്ക്, അതിനുവേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള മനസ്സ് തയ്യാറാക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കൂല. അല്ലാഹു ജല്ല ജലാലുഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, മനുഷ്യന്മാരിൽ അവർ സ്വന്തമായിട്ട് മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അല്ലാഹു മാറ്റത്തിന് ഒരിക്കലും മനുഷ്യന് വിധേയമാക്കുകയില്ല. ആരൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിലെ കഠിനാധ്വാനത്തോടു കൂടി പരിശ്രമത്തിന് വേണ്ടി തയ്യാറാവുന്നുണ്ട് അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കും. ആരാണോ ആരാണോ നമ്മുടെ കാര്യത്തിൽ ജിഹാദ് നടത്തുന്ന ആളുകൾ, ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട വിധത്തിലുള്ള പരിശ്രമങ്ങൾ, കഠിനാധ്വാനങ്ങൾ എല്ലാ വിധത്തിലും ഒരുക്കങ്ങളോടുകൂടി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നവർ ആരാണോ അവർക്കുള്ള ഹിദായത്ത് കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവർക്കുള്ള ഹിദായത്ത് ഞാൻ കൊടുക്കുമെന്ന് ഉറപ്പു പറയാം. ആരാണോ നമ്മുടെ മാർഗത്തിലെ കഠിനാധ്വാനത്തോടു കൂടി, ദൃഢമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി കരഞ്ഞ പ്രയത്നം നടത്തി ആകുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും ഹിദായത്ത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് അല്ലാഹു ജല്ല ജലാലുഹു ഖുർആനിലൂടെ പറയുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഖാജാബാദിലെ ചിശ്തി സോബരി, ഈ രംഗങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായിട്ടുള്ള സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈദ് ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വലിയ പ്രചാരണം നടത്തിയിട്ടുള്ള, വലിയ വിധത്തിൽ ദഅവത്ത് നടത്തിയിട്ടുള്ള ഒരു മേഖലയാണിത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പല സുലൂക്കിലൂടെയും പല മാർഗങ്ങളിലൂടെയും ഇങ്ങനെ വഴിമാറി സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലും അറിയപ്പെടാതെയും പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റുകളിലും അനുബന്ധമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വളർന്ന് പരിലസിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സുലൂക്കാണ് ചിശ്തി സോബരി എന്ന് പറയുന്ന നമ്മുടെ അടുക്കലുള്ള ഈ ഒരു സുലൂക്ക്. അത് മനസ്സിലാകാനും അതിനെ പുൽകാനുമുള്ള നമുക്ക് തോഫീക്കുമാറാവട്ടെ. കാലം കഴിഞ്ഞാൽ പുകഴ്ത്താനും അതിലെ സന്ദർശനത്തിന് വരാനും കറാമത്തുകൾ പാടി പറയാനും ആളുകൾ ഒരുപാടുണ്ടാവും. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിന്റെ അനുഭവങ്ങൾ അനുഭവിച്ചറിയാൻ, മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. താമരയുടെ അടിയിൽ താമസിക്കുന്ന തവളക്ക് ആ താമരയുടെ സൗരഭ്യം അനുഭവിക്കാൻ, ആസ്വദിക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞതുപോലെ തവളക്കില്ല, ഹൈശൂമൻ തരിമൂക്ക് അതിന് കൊടുക്കപ്പെട്ടിട്ടില്ല. എന്തിന്? അത് വളരുന്ന താമര കുളത്തിലെ അതിന് തൊട്ടു മുകളിൽ വരുന്ന താമരയുടെ സൗരഭ്യം ആസ്വദിക്കാൻ, ഭംഗി ആസ്വദിക്കാനുള്ള കഴിവ് തവളക്ക് കൊടുത്തിട്ടില്ല. അതുപോലെയാണ് നമ്മുടെ മുന്നിൽ, നമ്മുടെ ഇടയിൽ നമ്മൾ ഒരുവരായിക്കൊണ്ട് ജീവിക്കുന്ന ശൈഖ് അവരുടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തത്. ആരാണോ വരുന്നത്, ഏത് മേഖലയിൽ ജീവിക്കുന്ന ആളുകളാണോ വരുന്നത്, അവരോട് ആ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. ചിലപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി വരാണെങ്കിൽ ഫുള്ള് മത്സ്യത്തെ സംബന്ധിക്കാൻ, ഒരാശാരി വരാണെങ്കിൽ ആശാരിയെ വർത്താനം. പല ആളുകൾക്ക് ഇങ്ങനെ ഈ ഗമയിലെത്തുന്ന ആളായിരിക്കണം ഒരു ഷെയ്ഖ് എന്നൊക്കെ തോന്നുന്ന ആളുകൾ വന്നാൽ അത്ഭുതപ്പെട്ടു പോകും. എന്തപ്പം ഇങ്ങനെയൊക്കെ കോലം. ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കാണുകയാണ്. ഭാഷ മാറി വരുന്ന ആളുകളോട് പോലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാഷയിൽ സംസാരിച്ചു. അവരുടെ ഭാഷ, അവരുടെ സ്ലാങ്ങിൽ, അവരുടെ മോഡലിൽ സംസാരിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്കൊരു ശൈഖിനെ ദർശിക്കാൻ കാണണം. ഒരു ശൈഖ് എന്ന് പറഞ്ഞാൽ ഇതാ റുഖിയ, കാണപ്പെട്ടാൽ അല്ലാഹ് എന്ന ഓർമ്മ നമുക്ക് കൊണ്ടുവരണം. അല്ലാഹുവിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ശൈഖ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ജല്ല ജലാലുഹുവിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. മഹാനായിട്ടുള്ള ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് വരുന്ന ഓരോ വ്യക്തികളെയും, ഓരോ ശിഷ്യന്മാരെയും, ഓരോ പ്രഗത്ഭരെയും എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അല്ലാഹു ജല്ല ജലാലുഹു അവിടത്തേക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഒരിക്കല് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഖുറൈശി പ്രമുഖരിൽ ചില ആളുകൾ ഉണ്ടായിരിക്കുമ്പോൾ അവർക്ക് ഈമാൻ സ്വീകാര്യമാവാൻ വേണ്ടി, ഇസ്ലാം അവർക്ക് വശ്യമനോഹരമാവാൻ വേണ്ടി ആ സദസ്സിലേക്ക് വന്നിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനായിട്ടുള്ള മഹാനവറുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽക്കാലം കുറച്ച് സമയത്ത് മൈൻഡ് ചെയ്യാതിരുന്നു. ഈ സമയത്ത് അല്ലാഹു ജല്ല ജലാലുഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഒരു ആമയായിട്ടുള്ള കണ്ണ് കാണാത്തൊരു വ്യക്തി വന്നപ്പോ
പ്രവാചകരെ അങ്ങ് മുഖം ചുവച്ചു കളഞ്ഞോ? അവരിലേക്ക് മുഖം തിരിക്കാതെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർക്ക് ഈമാൻ വശ്യമനോഹരമാവാൻ വേണ്ടി ഇസ്ലാം യോഗ്യമാവാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്തുവോ? അങ്ങനെ ചെയ്യേണ്ടതില്ല. മറ്റുള്ള ആളുകൾ ഈമാൻ സ്വീകരിക്കുന്നില്ല, ഇസ്ലാം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ടെൻഷന്റെ ഒരു വിഷയമേ ആവേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ വരുന്നവരെ മുഴുവൻ സ്വീകരിക്കുക. ഹാജാബ് നമ്മൾ കാണുകയാണ്, ഏതൊക്കെ വിധത്തിലുള്ള ആളുകളാണ് വരുന്നവരെ മുഴുവനെ സ്വീകരിക്കുകയാണ്, സൽക്കരിക്കുകയാണ്, സ്വീകരിച്ചൊപ്പം ഇരുത്തുകയാണ്. പല ആളുകളും ഇവിടെ വരുമ്പോ നിങ്ങൾ ആശങ്ക അറിയിക്കാൻ ഉസ്താദോ ഒന്ന് ആട്ടി ഓടിക്കന്നെ. പല ആളുകളും പറയും, ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു സംഭവം ദർശിക്കുകയില്ല. പല ആളുകളെയും ഒരു ആശങ്കയാണ്, പഠിച്ചോനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്താണ് ഉസ്താദ്, അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോ എന്നോട് മുഖം ചുളിക്കോ, ചിലപ്പോൾ ആട്ടി ഓടിക്കോ. ഞാൻ പറഞ്ഞ വിഷയത്തിൽ വേറെ ലെവലാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഇവിടെ മാത്രമല്ല, സുലൂക്ക് എന്ന് പറയുന്നത് ചിശ്തി സോബരി സുലൂക്കാണ്. മഹാനായിട്ടുള്ള സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങള് എന്തൊക്കെ ഇടങ്ങേറുകൾ, മുസീബത്തുകൾ, വേണ്ടായ്മകൾ, പോരായ്മകൾ, അവിടത്തേക്ക് പല ക്രൂരതകളും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരോടൊക്കെയും സൗമ്യമായി, വളരെ രസകരമായി, വളരെ നൈർമല്യത്തോടുകൂടെ ഇടപെട്ടുകൊണ്ട് അവർക്ക് ദാവത്തിന്റെ പാത തുറന്നു കൊടുത്തെങ്കിൽ അതേ സ്വഭാവം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുമെന്ന് മലയാളികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അവർക്കൊക്കെയും ഹിദായത്ത് കിട്ടുന്ന ഈ ഒരു സന്നിധിയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നിലനിർത്തുമാറാവട്ടെ. ഇവിടെ നമ്മളെത്തിയ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഔലിയാക്കൾ എന്ന് പറയുന്നത് ആണുങ്ങളെ കൂട്ടത്തിൽ മാത്രമല്ല, പല ആളുകളെ ധരിച്ചു വെച്ച ആളുകളുണ്ട്. ആണുങ്ങളുടെ മേൽക്കോയ്മയുള്ള മതമാണ് പരിശുദ്ധ ദീനി ശരീഅത്ത്. അങ്ങനൊന്നുമില്ല. എല്ലാ കാലത്തും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചില മേഖലകളിലെ ആണുങ്ങൾക്ക് ചില കഴിവുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. പ്രധാന കാരണം അതാണ്. പിന്നീടാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് വബിമാ അൻഫഖൂ മിൻ അമാലിഹിം അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറഞ്ഞു കൊടുത്ത് ഒരുപാട് വിശദീകരണമുണ്ട്. ഒന്നാമത്തെ ക്വാളിറ്റി അല്ലാഹു ജല്ല ജലാലുഹു ആണുങ്ങൾക്ക് കുറച്ച് പ്രാപ്തികളും കഴിവുകളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. അതങ്ങോട്ട് കഴിഞ്ഞു വെച്ചാൽ തഖ്വ ആരുടെ ഭാഗത്താണുള്ളത്? അവർക്കാണ് പദവികളുള്ളത്. മഹാനായിട്ടുള്ള പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് മസലകൾ ചോദിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും അറിയാൻ വേണ്ടിയും സ്ത്രീ പുരുഷന്മാർ ഒരേപോലെ വരുമായിരുന്നു എന്നുള്ളത് ഹദീസുകളെ പരിധിയാൽ കാണാൻ കഴിയുന്നതാണ്. ആ കാലം കഴിഞ്ഞപ്പോഴും ഉത്തമ നൂറ്റാണ്ടായിട്ടുള്ള ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം കഴിയുമ്പോൾ അതേ ഓർമ്മയിൽ പരിശുദ്ധരായിട്ടുള്ള സ്വഹാബി വനിതകളിൽ പല ആളുകളും പള്ളിയിൽ പോകാനും ആ സന്നിധാനത്തിൽ പോകാനും ശ്രമിച്ചപ്പോ കാലം എങ്ങനെ കേടുവന്നിട്ടുള്ളതുകൊണ്ട് പള്ളിയിൽ പോവുക എന്ന് പറയുന്ന നിർബന്ധിതമായിട്ടുള്ള അവസ്ഥ നിലനിൽക്കുന്നില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പല മഹാന്മാരും അത്തരത്തിലുള്ള അധ്യാപനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധമായ ദീനീ ശരീഅത്തിന്റെ പാഠങ്ങൾ പഠിക്കുമ്പോൾ ഔലിയാക്കൾ, അമ്പിയാക്കൾ എന്ന് പറയുന്ന മേഖലയില് പരിശുദ്ധരായിട്ടുള്ള സ്ത്രീകൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് പലപ്പോഴും ശൈഖുന നമ്മോട് പറയാറുണ്ട്, അബ്ദാൽ എന്ന് പറയുന്ന ആളുകളുടെ കാലം കഴിയുമ്പോൾ ഖിയാമത്ത് നാളെ സംഭവിക്കുമെന്നുള്ളത്. അബ്ദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് പോകുമ്പോ അവരുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിർണയിച്ചു പോകുമെന്നാണ്. അതായത് പ്രത്യേകിച്ച് ഒരു അബ്ദാലിൽപ്പെട്ട 40 ആളുകളാണ് സ്ത്രീകളുടെ കൂട്ടത്തിലും പുരുഷന്മാരുടെ കൂട്ടത്തിലും അബ്ദാലുകൾ ഉണ്ടാവുക. 40 ആളുകൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ, 40 ആളുകൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ, 40 ആളുകൾ അബ്ദാലുകൾ ഉണ്ടായിരിക്കും. ഇതിൽ അബ്ദാലിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ജസദ് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് ഖബറിലേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ് തന്നെ ആ ശ്രേണിയിലേക്ക്, ആ പദവിയിലേക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളെ നോമിനേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് അവരുടെ മറമാടൽ കർമ്മം പോലും ചെയ്യുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു എത്ര സുന്ദരമായാണ്, എത്ര കൃത്യമായിട്ടാണ് ഈ ലോകത്തെ പരിപാലിക്കുന്നത്. അവരുടെ കാലം കഴിഞ്ഞാൽ ദുനിയാവ് തന്നെ അവസാനിക്കുന്ന അവസ്ഥ വരികയാണ് എന്നാണ്. മഹാനായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു അൽ-അബ്ദാലു 40 റജുലൻ ഒരിക്കൽ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കാൻ ആരാണ് ഈ അബ്ദാലികൾ എന്നുള്ളത്. അവരെ വിശദീകരിച്ചുകൊണ്ട് ഫൈദുൽ ഖദീർ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അൽ-അബ്ദാലു 40 റജുല, 40 ആളുകളാണ് അബ്ദാൽ എന്ന് പറയുന്നത്. 40 ഇംറഅത,
40 സ്ത്രീകളും അബ്ദാലുകളുടെ കൂട്ടത്തിലുണ്ട്. ആണുങ്ങൾ മാത്രമല്ല, കുല്ലമാ മാത റജുലുൻ അബ്ദാൽ, അബ്ദാൽ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യന് മരിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദലല്ലാഹു തആല മകാനഹു റജുല, അവന്റെ സ്ഥാനത്തേക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഒരു മനുഷ്യനെ നോമിനേറ്റ് ചെയ്യും, ഒരു പുരുഷനെ നോമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വകുല്ലമാ മാതത് ഇംറഅത്തുൻ അബ്ദൽ, അബ്ദാലുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദലല്ലാഹു തആല മകാനഹ ഇംറഅ, അവിടെ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെയും അല്ലാഹു നോമിനേറ്റ് ചെയ്യും. ഈ അബ്ദാലുകൾ നിലനിൽക്കുന്ന കാലത്തോളം അവർക്ക് വേണ്ടിയാണ് മഴകൾ വർഷിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഋതുഭേദങ്ങൾ മാറി മാറി വരുന്നത്, കിളികളെ പാട്ടുപാടുന്നത്, വസന്തങ്ങൾ വരുന്നത് അബ്ദാലുകൾക്ക് വേണ്ടിയാണ്. കൂടെയുള്ള നമ്മളത് ആസ്വദിക്കുന്നത് മാത്രമല്ല, നമ്മളെ കണ്ടിട്ടല്ലതൊന്നും വരുന്നത്. അല്ലാഹു അതിന്റെ യഥാർത്ഥത്തിലുള്ള ഹഖായിഖ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതൊക്കെ ചില ആളുകളാണെന്ന് മനസ്സിലാക്കി മാറിക്കണ്ട നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എന്നതാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായിട്ടുള്ള ഷെയ്ഖിന്റെ തർബിയത്തിലൂടെ മുന്നേറാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. തർബിയത്തിലൂടെ മുന്നേറുമ്പോൾ നമുക്ക് ശരീക്കതങ്ങട്ട് ആസ്വദിക്കാനും ആ കൂട്ടത്തിൽ പെടാനും നമുക്ക് കഴിയും. വലിയ ഔലിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകക്കാരായിട്ടുള്ള ആളുകളെ അള്ളാഹു നിയമിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ആ കൂട്ടരാരാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. നാം നമ്മുടെ മനസ്സിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പരിശ്രമത്തിലൂടെ, ആ പരിശ്രമം എങ്ങനെ വേണം? ഒരു ഷെയ്ഖിന്റെ കീഴിലായിക്കൊണ്ട് തന്നെ വേണം. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളോട് ആ സന്നിധാനത്തിൽ നിന്ന് ചോദിച്ചു, അനിൽ അബ്ദാൽ, അബ്ദാലുകളെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഹും 60 റജുല, 60 ആളുകളുണ്ട്. ഒരു റിവായത്തിൽ അങ്ങനെയുള്ളത്. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ഹുല്ലഹും ലീ, അവരെ ഒന്ന് വിശദീകരിച്ചു തന്നാലും. ഖാല, അപ്പൊ നബി തങ്ങൾ പറയുകയാണ്, ലൈസൂ ബിൽ മുതനത്തഈന വലാ ബിൽ മുബ്തദഈന വലാ ബിൽ മുതഅമ്മിഖീന, അവർ നിങ്ങൾ കരുതുന്നത് പോലെ ഇബാദത്തുകളെ കൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിച്ച് പ്രത്യേകമായിട്ട് ഇബാദത്തിലൂടെ മാത്രം മുന്നേറാൻ ശ്രമിക്കുന്ന ആളുകളല്ല. ഇബാദത്തിലൂടെ മാത്രം മുന്നേറാൻ പറ്റുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. മറ്റൊന്ന് വലാ ബിൽ മുബ്തദഈന, അവർ മുബ്തദീങ്ങളല്ല, നബി തങ്ങൾ അല്ലാത്തവരെ പറഞ്ഞെടുക്കണം. ആദ്യം അവരാരാണെന്ന് ചോദിച്ചപ്പോ വിശദീകരിച്ചു തുടങ്ങുന്നു, ലൈസൂ ബിൽ മുതനത്തഈന. മുതനത്തഈന്റെ ഒരുപാട് വിശദീകരണം വരുന്നുള്ള കൂട്ടത്തിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്, അമലുകൾ കൂടുതലാക്കി കൂടുതൽ പെരുപ്പിച്ചുകൊണ്ട് അത് മുഖേന അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും, അതിലൂടെ മാത്രം അടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ മുന്നേറുകയും ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ തർക്ക വിതർക്കങ്ങൾ മുഖേന ദീനുൽ ഇസ്ലാമും ദഅവത്തും സ്ഥാപിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളും അങ്ങനെ ചെയ്യുന്ന ആളുകളുമാണ് മുതനത്തഈന. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെ പറയുന്നു, വലാ ബിൽ മുബ്തദഈന, അവർ മുബ്തദീങ്ങളല്ല, പുത്തനാശയക്കാരല്ല, അല്ലാഹുവിന്റെ ദീനില് സിൽസിലയില്ലാത്ത, നിരന്തരമായി പ്രത്യേകമായിട്ടുള്ള ഒരു മുത്തഖീനായിട്ടുള്ള, പ്രത്യേകമായി ഉറപ്പുള്ള വസീലയുടെ വന്നതല്ലാത്ത ഇൽമുകൾ സ്വീകരിക്കുന്ന ആളല്ല. ദീനിൽ അല്ലാഹുവിനെ നിരക്കാത്ത കാര്യങ്ങൾ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുപ്പിക്കുന്നതല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നവരല്ല. പിന്നെയോ വലാ ബിൽ മുതഅമ്മിഖീന, അവർ കാര്യങ്ങൾ ഗഹന ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് അവർ ചെയ്യുന്നതാണ് കൃത്യത, വ്യക്തത എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആളുകളുടെ മുന്നിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നവരല്ല. ലം യനാലു മാലു മാനാലു, അവർ നേടിയെടുത്ത ഈ ദറജകളൊക്കെ നേടിയെടുത്തിട്ടുള്ളത് ബികസറത്തി സ്വലാത്തിൻ വലാ സിയാമിൻ വലാ സദഖത്തിൻ, അവർ നിസ്കാരം അധികരിപ്പിച്ചത് കൊണ്ടല്ല, വലാ സിയാമിന് നോമ്പ് അധികരിപ്പിച്ചത് കൊണ്ടല്ല, വലാ സദഖത്തിന് അവർ സദഖ അധികരിപ്പിച്ചത് കൊണ്ടല്ല. പിന്നെ എങ്ങനെ? വലാകിൻ ബിസഖാഇൽ ലൗഫസ്, അവരെ ഹൃദയത്തിന്റെ വിശാലത, അതിന്റെ വിശുദ്ധി കൊണ്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹൃദയ വിശുദ്ധി എവിടുന്ന് കിട്ടും? അത് കിട്ടുന്ന ഒരു മേഖലയാണ് ആത്മീയ മേഖല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചിശ്തി സ്വാബിരി, ചിശ്തി നിസാമി എന്ന് തുടങ്ങി 3 സിൽസിലകളും ഒരുമിച്ച് ചേർന്ന മഹത്തായ സന്നിധാനം. ഈ അടുത്തൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഒരു സംവിധാനത്തിലാണ് നമ്മളൊക്കെയും അനുഗ്രഹീതരായി എത്തിപ്പെട്ടിട്ടുള്ളത്. ഒന്നുകിൽ അള്ളാഹു നമ്മെ എത്തിച്ചു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എത്തിപ്പെട്ടു. എങ്ങനെയായാലും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടെത്തിയതാണ്. അതൊരിക്കലും നമ്മൾ തട്ടിക്കളയരുത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെയോ ആ കൂട്ടര് വലാകിൻ ബിസ്സഖാഇൽ ലൗഫസ്, അവരുടെ ഹൃദയത്തിന്റെ സഹാ കൊണ്ടാണ്, ധർമ്മം കൊണ്ടാണ്, അതിന്റെ വിശാലത കൊണ്ടാണ്.
വസലാമത്തിൽ ഖുലൂബ്, കൽബിന്റെ രക്ഷ കൊണ്ടാണ് അതിന്റെ. വന്നസീഹത്തിൽ അഇമ്മത്തിയും, അവരുടെ നേതാക്കന്മാർക്ക് ഗുണകാംക്ഷിക്കുന്ന ഒരു സ്വഭാവം കൊണ്ടുമാണത്. അവരുടെ നേതാക്കന്മാരായി ഓരോരോ കാലങ്ങളിലും വരുന്ന മഹാന്മാരായിട്ടുള്ള ആരിഫ്യങ്ങളോട് നല്ല കൂറും നല്ല നിലവാരത്തിലും നല്ല പ്രതിബദ്ധതയോടും കൂടി നമ്മൾ പെരുമാറുക. അതാത് കാലങ്ങളിൽ വരുന്ന ആലിമ്യങ്ങളോട് ആരിഫ്യങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന് അവരങ്ങ് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പോയി സിയാറത്ത് ചെയ്യുക, പിന്നെ അവരുടെ മദ്ഹുകൾ പാടുക, പിന്നെ അവരുടെ മനാക്കിബുകൾ എഴുതിയുണ്ടാക്കുക, അതിനൊന്നും വലിയ കാര്യമില്ല. അതാത് കാലങ്ങളിലുള്ള ആളുകളെ തിരിച്ചറിയുകയും അതിലുള്ള മാർഗം തേടിപ്പോവുകയും അവരെ മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റിവായത്തിൽ സാദൽ ഹക്കീം റളിയല്ലാഹു അൻഹു, മഹാനായിട്ടുള്ള ഹക്കീം റളിയല്ലാഹു അൻഹു കൂടുതലാക്കാൻ റിവായത്തിന് അബി ദർദാ റളിയല്ലാഹു അൻഹു ലം യസ്ബഖു الناس ബികത്റതി സ്വലാത്തിൻ വലാ സൗമിൻ വലാ തസ്ബീഹിൻ, ജനങ്ങളെക്കാൾ മുൻപന്തിയിലുള്ള അബ്ദാൽ എന്ന് പറയുന്ന ദറജയിൽ അവർ എത്തിച്ചേർന്നിട്ടുള്ളത് ബികത്റതി സ്വലാത്തിൻ വലാ സൗമിൻ വലാ തസ്ബീഹ്, നിസ്കാരവും നോമ്പും തസ്ബീഹും അധികരിപ്പിച്ചുകൊണ്ട്, തസ്ബീഹ്മാൽ എങ്ങനെ എണ്ണി ഇങ്ങനെ മറിച്ചുകൊണ്ട്, ദിക്റുമുട്ടിയുടെ ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടല്ല. അങ്ങനെ നേടാൻ കഴിയുന്ന സംഭവമില്ല. അത് കൃത്യമായിട്ടുള്ള തർബീയത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയുള്ളൂ. തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് പറയുന്നു വലാകിൻ ബിഹുസ്നിൽ ഖുൽഖ്, അവർ നേടിയെടുത്തിട്ടുള്ള ഹുസ്നുൽ ഖുൽഖ് കൊണ്ടാണ്. സൽസ്വഭാവം. സൽസ്വഭാവം എന്ന് പറയുന്നത് മുൻകാലങ്ങളിലുള്ള വേദികളിലൊക്കെ അവിടെ വിശദീകരിക്കപ്പെട്ടു. അതാണ് ഇഹ്സാൻ, അതാണ് തസവ്വുഫ്, അതാണ് ആത്മീയ ജ്ഞാനമെന്ന്, അതാണ് മഅരിഫത്ത്, അതാണ് ഹഖീഖത്തെന്ന് ഒരുപാട് സ്വലാത്തിന്റെ വേദികളിൽ കേട്ട ആളുകളാണ് നമ്മൾ. അല്ലാഹു അത് പിഴുതാനും അത് സ്വീകരിക്കാനും അത് കൈവരിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെയോ വസുദത്തിൽ വറ എന്ന് പറയുന്ന സംഗതി അഭിനയിക്കുന്ന ആളുകളുണ്ട്. സൂക്ഷ്മത ജീവിതത്തിൽ യഥാർത്ഥത്തില് ലോഹറിലും ബാത്തിലും സൂക്ഷ്മത പുലർത്തുന്ന ആളുകള്, നീയത്ത് നന്നാക്കിയ ആളുകള്, വസലാമത്തി സ്വദർ, ഹൃദയത്തിന്റെ അന്തരാളങ്ങളെ കൃത്യമായി നിഷ്ഠയോടുകൂടെ കൊണ്ടു നടക്കുന്ന ആളുകള്, അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ മുഖേനയാണ് അവരിത് നേടിയെടുത്തതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് അല്ലാഹുവിന്റെ പക്ഷക്കാര്, ഇവരാണ് വിജയിച്ചിട്ടുള്ള ആളുകൾ. ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. ഇവരാണ് അള്ളാഹുവിന്റെ ആളുകൾ, ഇവരാണ് ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ. അല അറിയണേ, ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ ആളുകൾ ആരാണോ അവർ മാത്രമാണ് വിജയികൾ. അല ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. ഇവിടെ ഭാഷാപരമായി പല ഉപയോഗങ്ങൾ, ഞാൻ പൊതുസംസാരങ്ങളൊന്നും പറയുന്നില്ല. അവർ മാത്രമാണ് വിജയികൾ എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ ആളുകളായിട്ട് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ആളുകൾ ആരാണോ, അവരോട് ഓരം ചേർന്ന് നടക്കുന്നവരാരാണോ, അവരുടെ തർബിയത്തിലായി നടക്കാൻ ശ്രമിക്കുന്നവരാരാണോ, അവരുടെ ഹിദ്മത്തിലായി നടക്കുന്നവരാരാണോ, അവരുടെ നോട്ടം കിട്ടിയവരാരാണോ, അവരുടെ ശ്രദ്ധ കിട്ടിയവരാരാണോ, അവരുടെ മനസ്സിൽ കയറിയവരാരാണോ, അവരെ മനസ്സിൽ കയറ്റിയവരാരാണോ, അവർ മാത്രമാണ് വിജയികൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആത്മീയ അന്വേഷികൾ എല്ലാവരും ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്ന ആളുകളാണ്. മഹാനായിട്ടുള്ള അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് മഹാനവർ ഒരിക്കലും പറയുകയുണ്ടായി, ആഖിബത്ത് നന്നാവണമെങ്കിൽ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ഹിസ്ബിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്ന ആളുകളാരാണോ അവരുടെ തർബിയത്തിലല്ലാതെ നടക്കുന്നില്ല. അവരുടെ തർബിയത്തുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സലാമത്തുൽ സുദൂർ, അതുപോലെ സിദ്ഖുൽ വറ, ഹുസ്നുൻ നിയ്യത്ത്, ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്ന ഈ നല്ല എല്ലാവിധത്തിലുള്ള നല്ല സ്വഭാവങ്ങളും നല്ല നിയ്യത്തുകളും നല്ല വിശേഷണങ്ങളും മുഴുവനും സംഭവിക്കുന്നത് ആത്മീയ ലോകത്ത് ഉന്നതമായിട്ടുള്ള ദർജയിലെത്തിപ്പെടുന്നത് ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ ഏതൊരു മുഅ്മിനും ആഗ്രഹിക്കുന്ന സ്വപ്നം കാണും ആ നല്ലൊരു അവസ്ഥയിൽ എത്തിച്ചേരുന്നത് ഒരു ഷെയ്ഖിന്റെ തർബിയത്തിലൂടെ മാത്രമാണ്. അല്ലാതെ അങ്ങനെ ഒരു മാർഗം തന്നെയില്ല. മാനായിട്ടുള്ള സയ്യിദുന ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് അവർ പറയുകയാണ്, ഇന്നൽ ഇൻസാന ഇദാ ലം യകുന, ഒരു മനുഷ്യൻ ഇദാ ലം തകുന തുലുഖിന ദിക്റു അശ്ശരീഫു, പരിശുദ്ധമായ ദിക്ർ അവനിക്ക് ചൊല്ലിത്തരപ്പെടുക, അവരുടെ ഹൃദയത്തിലേക്ക് പാരായണം ചെയ്യപ്പെടുക, അവന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് തരിക, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനത്തെ ദിക്റാൻ അല്ലദീ ഹുവ തൗഹീദ്. നമ്മളൊക്കെ തൗഹീദ് തൗഹീദ് എന്ന് പല സന്ദർഭങ്ങളിലും
തർക്ക വിതർക്കങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു വിഷയമാണല്ലോ ഇത്. ഇതിനു വേണ്ടിയാണല്ലോ 1,24,000 പരം പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. അതിനു വേണ്ടിയാണല്ലോ അതിനുശേഷം വരുന്ന ഒരുപാട് ഔലിയാക്കൾ വന്നിട്ടുള്ളത്. ഏതൊരു പ്രവാചകൻ കടന്നു പോയിട്ടുണ്ടോ ഓരോ പ്രവാചകനും അവരുടെ ദർജയിലെത്തിയിട്ടുള്ള, അവരുടെ പദവിയുള്ള, അവരുടെ വിശേഷണമുള്ള, അവരുടെ ജീവിത ചുറ്റുപാടുള്ള, അവരുടെ സ്വഭാവമുള്ള ഒരു വലിയ പിൽക്കാലത്ത് കഴിഞ്ഞു പോകുമെന്ന് ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ശൈഖ് അവറുകൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള വിഷയം നാം മനസ്സിലാക്കേണ്ടത് ഒരു പ്രവാചകന്റെ സ്ഥാനത്തുള്ള, ഒരു പ്രവാചകന്റെ വിശേഷണത്തിലുള്ള, ഒരു പ്രവാചകന്റെ ജീവിത സാഹചര്യത്തില് ചുറ്റുപാടില് അതേ ഖൗമിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു വലിയന്റെ സ്ഥാനത്തുള്ള ഒരു വലിയാണ് നമ്മുടെ ശൈഖുമെന്നുള്ളത് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പ്രവാചകന്റെ അനുയായികൾ കാട്ടിയ എന്തൊക്കെ ദുൽമുണ്ടോ അതേ ദുൽമുകളൊക്കെ ഈ ശൈഖിന്റെ അനുയായികളും കാട്ടും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഒരിക്കലും ഈ വിഭിന്ന ചേരികളെ കൂട്ടത്തിലാവരുത്. നന്മകൾ ചെയ്തവരുടെ കൂട്ടത്തിലാവുക. അവിടുത്തെ തർബിയത്ത് കിട്ടിയവര്, അവിടുത്തെ ഇനായത്ത് കിട്ടിയവര്, അവിടുത്തെ നദർ കിട്ടിയവര്, അവിടുത്തെ എല്ലാമായിട്ടുള്ള അവരുടെ ഹുസ്നുൽ കിട്ടിയ ആളുകളെ കൂട്ടത്തിൽ നമ്മൾ പഠനം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ശൈഖ് അവർ തുടരുകയാണ്. ഇത് ഒരിക്കലും ലഭിക്കുകയില്ല. അല്ലദി ഹുവ തൗഹീദു മിൻ ശൈഖ് മുർശിദിൻ ലഹു നിസ്ബത്തുൻ മുത്തസിലത്തുൻ ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഭിതങ്ങളുമായി നിസ്ബയുള്ള ബന്ധമുള്ള ഒരു ശൈഖിൽ നിന്ന് സ്വീകരിച്ചാൽ മാത്രമേ ആ ഒരു ദിക്ർ കിട്ടുകയുള്ളൂ. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചെല്ലുന്നുണ്ടല്ലോ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഇന്നൽ ഇൻസാന ഇദാ ലം യകുൻ തുലഖിന ദിക്ർ, ഈ ദിക്ർ ഒരു ശൈഖിൽ നിന്ന്, ഒരു മുർശിദിൽ നിന്ന്. എങ്ങനത്തെ ശൈഖ്? അല്ലദീ ലഹു നിസ്ബത്തുൻ മുത്തസിലത്തുൻ ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഭിതങ്ങളുമായി നേർക്കുനേർ ചേരുന്ന ഒരു സിൽസിലയുമായിട്ടുള്ള ബന്ധമുള്ള ഒരു ശൈഖിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഫബഈദൻ അൻ യസ്തഹ്ദിറഹാ ഇൻദൽ ഹാജതി ഇലൈഹാ, ആവശ്യമുള്ള സന്ദർഭത്തിൽ പിന്നെ അത് കിട്ടുകയില്ല. ഏതാണ് ആവശ്യമുള്ള സന്ദർഭം? വഖത മുസീബത്തുൽ മൗത്ത്, മരണം ആസന്നമാകുന്ന സമയത്ത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മരണം ആസന്നമാകുന്ന സമയത്ത് ഈമാൻ കാമിലാവണമെങ്കിൽ ഈ തൗഹീദ് മുറുകെ പിടിച്ചൊരു ശൈഖുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുക തന്നെ വേണം. അത് നിർബന്ധമാണെന്ന് ആരിഫ്യങ്ങളൊക്കെയും അവരുടെ കിതാബുകൾ സൂചിപ്പിക്കുന്നു. ഞാൻ കിതാബുകൾ പറഞ്ഞ് ഇവിടെ പഠിപ്പിക്കുന്നില്ല. മൊത്തമായിട്ട് നമ്മളൊക്കെയും സ്വീകരിക്കുന്ന മഹാനായിട്ടുള്ള ശൈഖ് വഹീദുൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകൾ ജീവിക്കുന്ന കാലത്ത് എന്താണ് അവസ്ഥ? അന്ന് വിമർശിച്ചിട്ടില്ലേ ആളുകള്? അന്ന് ശത്രുത വെച്ച ആളുകളില്ലേ? അന്ന് ആ ദർബാറുകളെ ആക്രമിക്കാനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ച ആളുകളില്ലേ? എല്ലാ അബ്ദാലുകളുടെയും, എല്ലാ ഔലിയാക്കളുടെയും, എല്ലാ നേതാക്കന്മാരുടെയും, എല്ലാ കുത്തുബുകളുടെയും, എല്ലാ അമ്പിയാക്കളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതേ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതാത് കാലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയുന്നത്. ആ കാലത്തിൽ ജീവിക്കുന്ന ആളുകൾ, ആ കാലത്തിൽ വരുന്ന അബ്ദാലുകളെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള നമ്മുടെ തേട്ടം ഒരു മുർഷിദായിട്ടുള്ള, ഒരു മുറബിയായിട്ടുള്ള വലിയിലേക്ക് നമ്മൾ തിരിച്ചു വെക്കുന്ന നിർബന്ധമാണ്. രേഖാപരമായി കൊണ്ട് കേരളക്കരയിലെ ആത്മീയമായിട്ടുള്ള രേഖാപരമായ സിൽസിലയുടെ ആ കാണുന്ന കുബ്ബയ്ക്ക് കീഴിലെ സിൽസിലയുടെ ഏടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 200 വർഷത്തോളം പഴക്കമുള്ള മഹാന്മാരായിട്ടുള്ള മുറബികളായിട്ടുള്ള ശൈഖന്മാരുടെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള സിൽസില സൂക്ഷിച്ചിട്ടുള്ള ഇത്തരത്തിൽ വളരെ വ്യക്തവും കൃത്യമായിട്ടുള്ളൊരു സിൽസില ഈ അടുത്തൊന്നും നമ്മൾക്ക് കാണാൻ കഴിയില്ല. അള്ളാഹു ഒന്ന് മനസ്സിലാക്കണം, തൗഫീഖുമാറാവട്ടെ. പല സിൽസിലകളും കൈമാറിപ്പോരുന്നത് വാമൊഴിയായിക്കൊണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് സിൽസിലകളുള്ള ആളുകളുണ്ട്, ഒരുപാട് സുലൂക്കുള്ള ആളുകളുണ്ട്. പല ആളുകളോടും ഞാൻ ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ഞാൻ ഈ മാർഗത്തിൽ നമ്മളിങ്ങനെ കയറുമ്പോൾ ചിലപ്പോൾ കുറേയൊക്കെ വിശ്വാസം നമുക്കുണ്ടാവുമല്ലോ. അപ്പൊ ആ വിധത്തില് ഉറപ്പിക്കാൻ വേണ്ടി പല ആളുകളും, പല സുലൂക്കിൽ കേൾക്കുന്ന ആളുകളോടും അവരുടെ ആധികാരിക രേഖകളെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ ആധികാരികമായ രേഖാമൂലം കൈമാറുന്നത് ചോദിക്കുമ്പോൾ പലപ്പോഴും അതിനെ സംബന്ധിച്ച അജ്ഞരാണ്. അതിങ്ങനെ പറഞ്ഞു, അടുത്ത ആള് നീയാണെന്ന് പറഞ്ഞു, അങ്ങനെ ഏൽപ്പിച്ചു വന്നിട്ടുള്ള ഒരുപാട് ശൈഖന്മാരാണ് നമ്മുടെ പല ചുറ്റുപാടുകളും കേരളക്കരയിൽ കണ്ടുവരുന്നത്. എന്നാൽ ആധികാരികമായി അർത്ഥശങ്കക്ക് വകയില്ല നമുക്ക് പറയാൻ കഴിയും. രേഖാമൂലവും വാമൊഴിയായിക്കൊണ്ടും പൊരുത്തത്തോടു കൂടിയും സിൽസില കൈമാറിപ്പോന്ന ചിശ്തി സോബിനി സുലൂക്കിന്റെ ആധികാരികമായിട്ടുള്ള ശൈഖ് നമ്മുടെ അടുക്കലുണ്ടാകുമ്പോൾ, ഇത് ഞാൻ ആവർത്തിച്ചവിടെ പറയുന്നത്
പല ആളുകൾക്കും ഈ വിഷയത്തിൽ സംശയം ഉണ്ടായേക്കാമെന്നുള്ള തോന്നലിലാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ള ശറഹ് സുദൂർ നമുക്കേവർക്കും നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ശറഹ് സുദൂറില്ലാത്ത ആളുകള്, ശറഹ് സുദൂർ നഷ്ടപ്പെട്ട ആളുകള്, അള്ളാഹുവിൽ നിന്ന് ആ പ്രത്യേകമായിട്ടുള്ള ഔദാര്യമാണ്, അത് കിട്ടാത്തുള്ള ആളുകള് ആരൊക്കെയുണ്ടോ അള്ളാഹു ഒരു സമയം ചോദിക്കുകയാണ്. ഇബാദത്തുകളെ കൊണ്ട്, നോമ്പുകളെ കൊണ്ട്, കഷ്ടപ്പാടുകളെ കൊണ്ട് അള്ളാഹുവിലേക്കുള്ള മാർഗത്തെ കുടുസാക്കി കളഞ്ഞ ആളുകൾ. പലപ്പോഴും ഹദീസിലൂടെ, ബുഖാരിയിൽ തന്നെ ഒരുപാട് ഹദീസുകളുണ്ട്, അള്ളാഹുവിലേക്കുള്ള മാർഗത്തെ കുടുസാക്കി കളഞ്ഞ ആളുകൾ, അത് വെറുപ്പിക്കുന്ന ഒരു മാർഗമാക്കി കളഞ്ഞ ആളുകൾ, അതൊരു രസമില്ലാത്ത, ഒരു മടി പലപ്പോഴും തോന്നിയിരിക്കുന്ന വിധത്തില് വളരെ കഠോരമാക്കി തീർന്ന ആളുകൾ. അള്ളാഹു ചോദിക്കുകയാണ്, അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും, അലം യഅ്നിലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് ആയില്ലയോ? ഈമാനുള്ള ആളുകളാണ്, മുഅ്മിനുകളാണ്, അവരെ കൂട്ടത്തിലുള്ള ആളുകളോടെ ചോദിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരോടല്ല ചോദിക്കുന്നത്. എന്ത്? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, ഇബാദത്തിലേക്ക് ഇവിടെ ഹൃദയങ്ങൾക്ക് ഖുശൂ ഉണ്ടാക്കി തീർക്കാനുള്ള അവസരമായില്ലയോ? ഖുശൂ ഇല്ലാതെ കാട്ടിക്കൂട്ടലുകൾ ഇങ്ങനെ ഇബാദത്തുകളിലേക്ക് നിൽക്കുമ്പോൾ, അതൊരു സ്വതക്കയാണെങ്കിലും ഹജ്ജാണെങ്കിലും പരിശുദ്ധമായിട്ടുള്ള കഅബയെ പോയി ഇങ്ങനെ സെൽഫി എടുക്കുകയാണ് അല്ലേ? ആരെ കണ്ടെടുക്കാനത്? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ എന്ന് നമുക്കൊക്കെ ബോധം വരാം. പല ആളുകളും ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോയി, ഉംറക്ക് പോയി, എന്നിട്ടോ അവിടെ ഇങ്ങനെ കാണിച്ചെടുക്കാൻ സെൽഫി എടുക്കുക. എവിടെ പോയി നമ്മുടെ ഇബാദത്തുകൾ? എവിടെയൊക്കെയാണ് നമുക്ക് ഖുശൂഉള്ളത്? അള്ളാഹു ചോദിക്കുന്നു, ഈമാനുള്ള ആളുകളോടാണ് ചോദിക്കുന്നത്. പ്രിയമുള്ളവര്, ശറഹ് സുദൂർ കിട്ടുക എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മഹാന്മാരായിട്ടുള്ള ആരിഫ്യങ്ങള്, സ്വഹാബാക്കള്, താബീയങ്ങള്, തബഉ താബീയങ്ങള് ഈ വിഷയത്തിൽ ഒരുപാട് സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഈ വിഷയത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ശറഹ് സുദൂർ കിട്ടാത്തവർ നഷ്ടപ്പെട്ട ആളുകളാണ്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട ആളുകൾ. അതുകൊണ്ട് ആ വിധത്തില് നമുക്ക് കൈവന്നിട്ടുള്ള ഈ ഒരു സുവർണാവസരം നാം ഏവരും മുതലെടുക്കുക. അത് കിട്ടാത്ത ആളുകള് മഹാപ്രപഞ്ചത്തില് അനുബന്ധമായിട്ടുള്ള ജീവിതത്തിലും നഷ്ടം മാത്രം സമ്പാദിച്ച ആളുകൾ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്താതെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ കാലത്ത് നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ളൊരു സന്നിധാനം, ഇവിടുത്തെ ദറജകൾ മനസ്സിലാക്കി ഇവിടുത്തെ പുലുകാനും, അവിടുത്തെ തർബീയത്തിലായി ജീവിക്കാനും, അവിടുത്തെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലായിക്കൊണ്ട്, ഹിദമത്തിലായിക്കൊണ്ട്, അവിടുന്ന് എന്തൊക്കെ പറയുന്നുണ്ടോ, എന്തൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടോ അതൊക്കെ കൃത്യമായി വള്ളി വ്യത്യാസമില്ലാതെ ആദാബുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് മാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു വേദിയിൽ നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള അംസ സാഹിബ് എത്തിച്ചേർന്നതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മോട് കുറച്ച് നസീഹത്ത് തരാൻ വേണ്ടി അംസ സാഹിബിനെ സാദരം ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.